നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുത്തശ്ശ മോളെ അതെ, ഞാനും ദിയമോളും വലിയ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞു. മുത്തശ്ശ മാത്രമല്ല, ഈ മുത്തശ്ശി എന്റെ ഫ്രണ്ടാ. അപ്പൊ ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഔട്ടായി കഴിഞ്ഞോ മോളെ? ഔട്ട് ആയിട്ടില്ല, നിങ്ങളൊക്കെ തന്നെ നമ്പർ 1. ഇവർക്ക് സെക്കൻഡ് സ്ഥാനേ ഉള്ളൂ. ഓ ഒരു മിനിറ്റ്. ഇത് മോള് വെച്ചു. അയ്യോ വേണ്ട സർ, അവൾക്കിവിടെ ഒന്നിനും ഒരു കുറവുമില്ല. കുറവ് തീർക്കാനൊന്നുമല്ല, ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് വന്നതാ. ഇപ്പോ ഞാൻ ഈ കുടുംബത്തിലെ ബന്ധുവാ. ആ നിലയ്ക്ക് ദിയമോൾക്ക് മുത്തശ്ശന്റെ വക ഒരു ഓണസമ്മാനം പിടിക്കുമോ? വാങ്ങിക്കും മോളെ. ഇത് പോകില്ലിരിക്കട്ടെ. വാങ്ങിച്ചോ വാങ്ങിച്ചോ. എന്ത്? വിനു അങ്കിളിന് എല്ലാം വയറ് നിറച്ച് വാങ്ങിത്തരാം. എന്നെ അനുഗ്രഹിക്കണം അമ്മാവ. എന്താണ് ഇത്? അയ്യോ, അനുഗ്രഹിച്ചിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. മനോജിന് വേദനിച്ചോ? അച്ഛൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല, അബദ്ധത്തിൽ തട്ടിയതാ മനോജ്. സോറി, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കേട്ടോ അമ്മാവൻ. അല്ല, അച്ഛൻ അറിഞ്ഞുകൊണ്ട് തട്ടിയാലും അതും അച്ഛന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണും. ഇനി മുതല് മനോജിന് കുറുപ്പിന്റെ അനുഗ്രഹമേ കൈമുതലായിട്ടുള്ളൂ. അല്ലാതെ ഇവന്റെ കയ്യിൽ മറ്റെന്തോ ഇരിക്കുന്നു. സത്യത്തിൽ ഈ വർഷത്തെ ഓണാണ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ഓണം. വളരെ നന്ദിയുണ്ട് സാർ. ഓണമായിട്ട് മാധവൻ നേരെ കാണാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. സാരല്ല, ഞങ്ങളുടെ അന്വേഷണം പ്രത്യേകം പറയണം. ഒപ്പം അടുത്ത ഓണം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ കൂടുന്നു. ഓക്കെ? ശരി. എന്താ സുമലതേ? അതിനെന്താ? അപ്പൊ പിന്നെ എല്ലാവരോടും ഞങ്ങള് അയ്യോ, സൂക്ഷിച്ചു മോളെ. ശരി. മുത്തശ്ശ ടാറ്റാ. ഇത് മോളി തന്നെ എടുത്തു വെച്ചോ. ജഗൻ ചേട്ടൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അപ്പൊ അതാണ് പ്രശ്നം. ഇത് ഞങ്ങൾ നോക്കിക്കോളാം. കോളേജ് പിള്ളേരോട് കളിക്കാൻ ഒരു ഡ്രൈവർമാരും ഒരു കാലത്തും ധൈര്യം കാണിച്ചിട്ടില്ല. എന്താടാ
പുതിയ പിള്ളേർക്ക് ആ വിപ്ലവബോധമൊക്കെ നഷ്ടപ്പെട്ടോ? ആ സാരമില്ല, ഇതൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. അത് മതി, താങ്ക്സ്. ഉം. നിർത്ത. ഡ്രൈവറും കണ്ടക്ടറും ഒന്ന് ഇറങ്ങിയാട്ടെ. കോളേജ് കുട്ടികൾ പതിവായിട്ട് കയറുന്ന സ്റ്റോപ്പല്ലേ ഇത്? എന്നിട്ട് സാറന്മാരെ നിർത്താതെ പറത്തി വിട്ട് പോകുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമാണോ? ഒരു ലെവൽ ക്രോസ് മറികടക്കണം. അപ്പൊ ചിലപ്പോ വേഗത്തിലൊക്കെ പോകേണ്ടി വരും. ചേട്ടന്മാര് ചെല്ല. അതിന് ഈ വണ്ടി പോകുന്ന ഒരു വഴിയിലും റെയിൽവേ പാളം ഇല്ലല്ലോ. ഈ നാട്ടിലെ മുക്കുമൂല അറിയുന്നുള്ളവരോടാ അവന്റെയൊക്കെ ഭൂമിശാസ്ത്രം. നിർത്തിക്കോണം നിന്റെയൊക്കെ അഭ്യാസം. ഈ കുട്ടികളെ ബസ്സിൽ കയറ്റാത്തതിന് നിനക്കൊക്കെ എന്ത് ന്യായോടെ പറയാനുള്ളത്? ഫുൾ ടിക്കറ്റ് എടുക്കുന്നവരെ മാത്രം കയറ്റിയാൽ മതിയെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. ആ, ഞങ്ങൾക്കത് അനുസരിച്ചേ പറ്റൂ. കൂട്ടുകാരാ, അത് ന്യായമല്ല. പ്രൈവറ്റ് ബസ്സിൽ വിദ്യാർത്ഥികളുടെ അവകാശം അത് അവർക്ക് കിട്ടണം. ഭീഷണിയാണോ? അതേടാ, ഭീഷണി തന്നെയാ. ഇനി ഇത്തരം നെറികേട് കാണിച്ചാ നിന്നെ നിന്റെ വണ്ടി ഈ റോഡിട്ട് കത്തിക്ക് ഞാൻ. കാണോടാ നിനക്ക്? നിനക്കാണ് ഇത്തിരി അഹങ്കാരം. ചേട്ടൻ കയറിക്കോ. ശരി അനിയ. എന്താ കുട്ടി പേടിച്ച് നിൽക്കുന്നേ? കേറിക്കോ. പേടിക്കാതെ ധൈര്യമായിട്ട് കയറിക്കോ. എന്താടി പറഞ്ഞ കേക്കാൻ വയ്യേ? മര്യാദയ്ക്ക് അനുസരിക്കേ. വണ്ടി കയറാൻ. ഇതാരാണെന്ന് മനസ്സിലായോടാ? കുട്ടിയോട് മര്യാദയ്ക്ക് പെരുമാറടാ. കാര്യം പിടികിട്ടി. ഇനി കാര്യങ്ങളെ നമുക്ക് നോക്കാം. പാടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.